ഹലോ കൂട്ടുകാരെ, എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? ഞാൻ ഊണൊക്കെ കഴിഞ്ഞപ്പം ചെടിയുടെ അടുത്ത് വന്നേക്കുവാണ്. ഞാനിപ്പം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റിയ നല്ല 2 പ്ലാന്റുകളാണ്. ഒന്ന് സ്പൈഡർ പ്ലാന്റ് ആണ്, ഒന്ന് സീഡം പ്ലാന്റ് ആണ്. കാണിക്കാം. ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ സ്പൈഡർ പ്ലാന്റിൽ ഒരു പൂ കണ്ടോ? 2 പൂവുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു വേറെ വല്ല കളയുടെയും പൂവായിരിക്കുമെന്ന്. പക്ഷെ ഇത് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്? ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പം വെർട്ടിക്കൽ ഗാർഡൻ കാണാൻ നല്ല രസമാണ്. എനിക്കിതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് വളർത്താം. ഇത് വീടിന് ഉള്ളിലും വെക്കാമെന്നാണ് പറയുന്നത്. ഞാൻ വീടിനുള്ളിൽ വെക്കാറില്ല. ഇത് നന്നായിട്ട് എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. വേറൊരു പ്ലാന്റാണ് സീഡം പ്ലാന്റ്. ഇത് കണ്ടോ, ഇത് നല്ല രസമാണ് കേട്ടോ. നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ട് പോട്ട് നിറഞ്ഞ് നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം നല്ല രസമാണ് ഇത് വെർട്ടിക്കൽ ഗാർഡൻ അലങ്കരിക്കാനായിട്ട്. ഈ ചെടിയെ കണ്ടോ, ഈ സ്പൈഡർ പ്ലാന്റ് കണ്ടോ, ഇത് നല്ല തിക്കായിട്ട് ഇങ്ങനെ വളർന്നേക്കുവാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? നിറയെ ഈ പൂട്ട് നിറയെ വളർന്നേക്കുവാണ്. അധികം കെയറൊന്നും വേണ്ടാത്തതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കിഴങ്ങാണ്. ഇത് അടർത്തി മാറ്റുമ്പോഴത്തേക്കിന് നിറയെ കിഴങ്ങ് കാണാം. ഈ കിഴങ്ങ് നമ്മൾ കുഴിച്ച് വെച്ചാൽ കുറേ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. നല്ല വായുവൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് നല്ലതായത് കേട്ടോ. നല്ല ലക്കിയാണെന്നാണ് പറയുന്നത് ഇത് വളർത്തിയാൽ. അറിയത്തില്ല, പക്ഷെ മനോഹരമാണെന്നുള്ളത് 100% ഉറപ്പാണ്. കുറച്ച് നാളായി ഇതിനൊക്കെ നല്ല കെയർ കൊടുത്തിട്ട്. ഇതിന് വളമൊക്കെ ഇടേണ്ട സമയമായി കേട്ടോ. ഞാനൊരു മാവേലാണിത് ചാരി വെച്ചേക്കുന്നത്. മുകളിൽ എപ്പീഷ്യ പ്ലാന്റ് ആയിരുന്നു, അതെല്ലാം ഇനിയും മാറ്റിയിട്ട് വേറെ നടണം. നല്ല രസമില്ലേ?